ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രിയ സഹോദരൻ ശ്രീ വീരേന്ദ്രൻ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയുടെ സംഘാടനം നിർവഹിക്കുന്ന സംഘാടക സമിതി ഭാരവാഹികൾ, മറ്റ് ഹൈന്ദവ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർമ്മധീരരായ സഹപ്രവർത്തകർ ഈ മഹാശോഭായാത്രയിൽ അണിനിരക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ അമ്മമാർ, സഹോദരിമാർ, കൊച്ചുകുട്ടികൾ, മറ്റ് ബന്ധുജനങ്ങൾ, ഗുരുജനങ്ങൾ, മറ്റെല്ലാ സഹോദരങ്ങൾക്കും സ്നേഹപൂർണമായ നമസ്കാരം. നമ്മുടെ എല്ലാം ഉള്ളിൽ ദേശാഭിമാനം സ്ഫുരിപ്പിക്കുന്ന, സമാജബോധം അങ്കുരിപ്പിക്കുന്ന, ഭക്തി നിറയ്ക്കുന്ന ചടങ്ങാണ് അല്പനിമിഷത്തിന് ശേഷം തുടങ്ങാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി സർവ്വസാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസിക പോരാട്ടം നടത്തിയ വീര പഴശ്ശിയുടെ തൃപ്പാദങ്ങൾ പതിഞ്ഞ പവിത്രമായ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ധർമ്മത്തിന്റെ കാഹളം മുഴക്കി അധർമ്മത്തിന്റെ മൂർത്തരൂപമായ ശക്തികളോട് സമരം ചെയ്ത് സമാജാംഗങ്ങളെ മുഴുവൻ ആത്മവിശ്വാസവും ആത്മവീര്യമുള്ളവരാക്കി മാറ്റിയ ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനാഘോഷം നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ കുട്ടികൾ രാഷ്ട്രത്തോട്, സമാജത്തോട് പ്രതിബദ്ധതയുള്ളവരായി വളരണം എന്ന താൽപര്യമാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ ബാലഗോകുലം എന്ന കുട്ടികളുടെ പ്രസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമങ്ങൾ തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നതാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ മുഖ്യ സന്ദേശം. നന്മകൾ നിറയുന്ന ഗ്രാമപ്രദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ തണലൊരുക്കി ആ തണലിൽ കുട്ടികളുടെ ബാല്യം സഫലമാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടികൾക്ക് കെണിയൊരുക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ രാഷ്ട്രത്തിനുതകുന്ന ഉത്തമ പൗരന്മാരായി നമ്മുടെ കുട്ടികൾ വളരാതിരിക്കാനുള്ള സംഘടിതമായ ഗൂഢമായ പരിശ്രമം നടത്തുന്ന ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ നന്മ കെടുത്തിക്കളയാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെയെല്ലാം വകഞ്ഞു മാറ്റി കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി വളർത്തി, ദേശസ്നേഹികളാക്കി വളർത്തി, സാമൂഹ്യ ബന്ധുക്കളാക്കി വളർത്തി നമ്മുടെ സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള പ്രയാണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ശോഭായാത്രയുടെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ആഘോഷ പരിപാടികളുടെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് സാധിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ ആഘോഷം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ബന്ധുജനങ്ങൾക്കും ധർമ്മസംസ്ഥാപകനായ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശോഭായാത്രയുടെ മുഖ്യ ആകർഷണമായ നമ്മുടെ കുട്ടികൾ ഐശ്വര്യമുള്ളവരായി, സുരക്ഷിത ബോധമുള്ളവരായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ ഭാരതം, വന്ദേ കൃഷ്ണം. നമസ്കാരം.